നമസ്കാരം, ഇത് IBN മലയാളം. ശബ്ദമില്ലാത്ത സാധാ മനുഷ്യരാണ് ആശാ വർക്കർമാർ. ഒരുപാട് വിദ്യാഭ്യാസമോ അറിവോ സംഘടനാ പാരമ്പര്യമോ അവർക്കില്ല. 37ാം ദിവസത്തിലേക്ക് കടക്കുന്ന അവരുടെ സമരം കേരളത്തിലെ വിപ്ലവ ചരിത്രത്തിൽ തന്നെ മികച്ച ഒരു ഏടായി മാറുകയാണ്. അവർ തലസ്ഥാന നഗരിയെ സമരഭൂമിയായി തിരഞ്ഞെടുക്കുമ്പോൾ പിന്തുണ നൽകാൻ ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് കേരളത്തിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികൾക്കും ഇന്നവരെ പിന്തുണയ്ക്കേണ്ടി വന്നു. ഭരണപക്ഷത്തിലെ പ്രമുഖ പാർട്ടിയായ CPIയും CPMന്റെ തൊഴിലാളി സംഘടനയായ CITUവിനും ഒളിഞ്ഞും പാത്തും ഇപ്പോൾ ഈ സമരത്തെ അനുകൂലിക്കേണ്ടി വരുന്നു. സമരക്കാർ ഇരിക്കുന്ന അത്രയും ഇരിക്കട്ടെ, മടുക്കുമ്പോൾ നിർത്തിപ്പോയിക്കോളും, ഞങ്ങൾ അവരുടെ ഭാഗം കേൾക്കാനോ ചർച്ചയ്ക്കോ തയ്യാറല്ല എന്ന് പറഞ്ഞ സർക്കാരിന് അവരുടെ രണ്ടാവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തിരിക്കുന്നു. ആ സമരത്തെ സർക്കാർ എത്രമാത്രം ഭയക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു അത്. സമരത്തെ താറടിക്കുന്നതിനും നക്സൽ പരിവേഷം കൊടുത്തും പാട്ടപ്പിരിവുകാരുടെ സമരം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ച CPM നേതാവ് എളമരം കരീമൊക്കെ ഉള്ളപ്പോഴാണ് സർക്കാർ ആശമാരുടെ സമരത്തിന് മുന്നിൽ മുട്ടുവളച്ച് കൂപ്പുകുത്തിയിരിക്കുന്നത്. സർക്കാർ ആദ്യം ചെയ്തത് ഇവരുടെ കുടിശ്ശിക അനുവദിക്കുക എന്നതായിരുന്നു. കഴിഞ്ഞ കുറെ കാലമായി ഇവരുടെ ഓണറേറിയവും അലവൻസും നൽകുന്നുണ്ടായിരുന്നില്ല. അത് അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. അതെല്ലാം കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ അവരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായ ഓണറേറിയം മാനദണ്ഡങ്ങളിൽ പറയുന്ന 10 കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ ഒന്നിന് 700 രൂപ വെച്ച് കുറയ്ക്കും, അത് ഒഴിവാക്കുക എന്നതായിരുന്നു. അങ്ങനെ കുറച്ചാൽ അവർക്ക് 1 രൂപ പോലും കിട്ടാത്ത സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രധാനമായ തീരുമാനമെടുത്തു. ഈ മാനദണ്ഡങ്ങൾ എടുത്തു കളഞ്ഞു. ഇനി ഓണറേറിയം കിട്ടുന്നതിന് വേണ്ടി സർക്കാർ പറയുന്ന അനാവശ്യങ്ങൾ കേൾക്കേണ്ടതില്ല. അങ്ങനെ ആ സമര പോരാളികളുടെ രണ്ടാവശ്യങ്ങൾ നിറവേറിയിരിക്കുന്നു. എന്നാൽ അവർ സമരം അവസാനിപ്പിക്കുന്നില്ല. ഇന്നലെ അവർ സെക്രട്ടേറിയറ്റ് വളഞ്ഞപ്പോൾ അവർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. സമരത്തിൽ പങ്കെടുത്തിരുന്നവർ മാത്രമല്ല, കേരളത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആശാ വർക്കർമാർ അവിടേക്ക് ആർത്തിരമ്പി. അവരെ തടയുന്നതിന് വേണ്ടി ഒരു പരിശീലന പരിപാടി നടന്നെങ്കിലും അതിനേക്കാൾ പരിഗണന സാധാരണ സ്ത്രീകൾ നൽകിയത് ഈ സമരത്തിനായിരുന്നു. ആ പരിശീലന പരിപാടി പോലും തട്ടിപ്പാണ് എന്നതാണ് വസ്തുത. ഈ ഉപരോധത്തിനു മുന്നിൽ സർക്കാർ മുട്ടുമടക്കേണ്ടി വന്നു. സാധാരണ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10 പേർ കൂട്ടം കൂടി നിന്നാൽ, ജാഥ നടത്തിയാൽ അറസ്റ്റ് ചെയ്തു നീക്കുകയാണ് സാധാരണ പോലീസ് ചെയ്യാറുള്ളത്. എന്നാൽ ആശമാരെ പ്രകോപിപ്പിച്ച് സംഭവം വഷളാക്കേണ്ട എന്നതുകൊണ്ടായിരിക്കാം സർക്കാരും പോലീസിനും അത് മുതിരാതിരുന്നത്. ഓണറേറിയം 21,000 രൂപയാക്കണം എന്നതായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം. ഇതാകട്ടെ കേരളത്തിലെ മിനിമം വേജാണ്. 700 രൂപയാണ് ഇവിടുത്തെ ഒരു ദിവസത്തെ മിനിമം വേജ്. അത് ഇവർക്കും ബാധകമാകണം. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സർക്കാർ നേരിട്ടപ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യമാണ് ഈ ശമ്പള വർധനവ്. ഇപ്പോൾ 7,000 രൂപ സർക്കാർ കൊടുക്കുന്നു, 2,000 രൂപ കേന്ദ്രം കൊടുക്കുന്നു. മറ്റ് ഇൻസെന്റീവുകളും കൂടി ഏതാണ്ട് 10,000 രൂപ ഇവർക്ക് അർഹതപ്പെട്ടതാണ്. അതിൽ നിന്നാണ് സർക്കാർ കൈയിട്ട് വാരിയത്. എന്നാൽ കേന്ദ്രത്തിന്റെ വിഹിതം കൂട്ടുമെന്ന് അവർ അറിയിച്ചു കഴിഞ്ഞു. സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു ആ പ്രഖ്യാപനം. കേന്ദ്രമാണ് ഇതൊക്കെ നടത്തേണ്ടത്. സമരം കേന്ദ്രത്തിനെതിരെ നടത്തുമെന്ന് മുഖ്യൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഓർക്കണം, ഹരിയാനയിൽ CITU സമരം നടത്തുന്നത് അവിടുത്തെ സംസ്ഥാന സർക്കാരിനെതിരെയാണ്, കേന്ദ്ര സർക്കാരിനെതിരെയല്ല. 2014 UDF ഭരണകാലത്ത് എളമരം കരീം ഇതേ വിഷയത്തെപ്പറ്റി നിയമസഭയിൽ സംസാരിച്ചത് സംസ്ഥാനത്തിനാണ് ഇതിന് ഉത്തരവാദിത്തമുള്ളത് എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മറന്നെന്നാണ് തോന്നുന്നത്. മാത്രമല്ല, കേന്ദ്രവിഹിതം നാമമാത്രമാണ്. കൊടുക്കാനില്ലാത്തപ്പോൾ കേന്ദ്രത്തിനെ പഴിക്കുന്ന ഈ നാണം കെട്ട പരിപാടി അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.